ഹലോ നമസ്കാരം. നരിവേട്ട എന്ന ഏറ്റവും പുതിയ സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അബിൻ ജോസഫ് തിരക്കഥ എഴുതി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് നരിവേട്ട. 2003 വയനാട് ജില്ലയിൽ നടന്നിട്ടുള്ള മുത്തങ്ങ ഇൻസിഡന്റുമായി ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. കംപ്ലീറ്റ്ലി ഒരു റിയലിസ്റ്റിക് പരിപാടിയല്ല, ഒരു ഫിക്ഷണൽ റിയലിസ്റ്റിക് പരിപാടിയാണ് ഈ സിനിമ പിടിച്ചിരിക്കുന്നത്. സിനിമയുടെ പോസിറ്റീവുകളെ കുറിച്ച് പറയുമ്പം ആദ്യം പറയേണ്ടത് അതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒരു നോൺ ലീനിയർ സ്വഭാവത്തിൽ പോകുന്ന ഒരു സിനിമയാണ്. അതുപോലെ റിയൽ ഇൻസിഡന്റിനെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഡോക്യു ഫിക്ഷൻ സ്വഭാവം വരാൻ വേണ്ടി പാടില്ല. വളരെ കമേഴ്ഷ്യൽ ആയി ഒരു കഥ പറയാൻ ശ്രമിക്കുന്ന സമയത്ത് അതിന്റെ റിയൽ ആയ കുറെ എലമെന്റ്സ് നഷ്ടപ്പെടാൻ പറ്റില്ല. ഇതിലൊക്കെ വളരെ കൈയടക്കത്തോടു കൂടി അവതരിപ്പിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തത്. വളരെ നല്ല രീതിയിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ വളരെ എൻഗേജിങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു തിരക്കഥയാണ് ഈ ചിത്രത്തിൻ്റെത്. ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവുകളിൽ ഒന്നായിട്ട് തോന്നിയതും ഈ തിരക്കഥ തന്നെയാണ്. അതിൽ തീർച്ചയായിട്ടും റൈറ്റർ കയ്യടി അർഹിക്കുന്നുണ്ട് തന്നെയാണ് തോന്നിയത്. അതിൽ വരുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, ഫിക്ഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, റിയലിസ്റ്റിക് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള സാധനത്തിനെ വളരെ നന്നായി കമ്പൈൻ ചെയ്ത് നോൺ ലീനിയറിൽ കഥ പറയുമ്പോൾ അത് വളരെ രീതിയിൽ ഒരു ഒഴുക്കോട് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് പടത്തിന്റെ DOP ആണ്. ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ഡിപ്പാർട്ട്മെന്റ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സിനിമയുടെ ഒരു വിഷ്വലും കാർഡും അങ്ങനെയുള്ള സംഗതികളൊക്കെ വരുമ്പോഴും വളരെ നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് ആ സീനിന്റെ ഡെപ്ത് കിട്ടുന്ന രീതിയിലുള്ള വളരെ ഇൻവോൾവിംഗ് ആയിട്ടുള്ള വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരുപാട് സീൻസ് ഈ പടത്തിന്റെ അകത്തുണ്ട്. വളരെ നല്ല രീതിയിൽ സിനിമാറ്റോഗ്രാഫി ആ ഒരു വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നിയത്. അത് ശരിക്കും വളരെ നന്നായിട്ട് തന്നെ സിനിമയ്ക്കകത്ത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പോസിറ്റീവ് ഈ പടത്തിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു രക്ഷയില്ല. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് എൻഗേജിങ് ആയിട്ട് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നത് ഈ മ്യൂസിക് കൂടിയാണ്. പടത്തിന്റെ എല്ലാ ഷോർട്സിലും എല്ലാ എലമെന്റ്സിലും ഏറ്റവും പ്രധാനപ്പെട്ട സീനുകളിൽ അടക്കം എല്ലായിടത്തും വളരെ നല്ല രീതിയിൽ ആ വിഷ്വലിന് ഇമ്പാക്റ്റോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ മ്യൂസിക് ഒരു ഗംഭീര പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഇവർ ചുരം കയറി വയനാട്ടിലേക്ക് പോകുന്നത് മുതൽ നമ്മൾക്ക് ശരിക്കും പടത്തിന്റെ അകത്തേക്ക് ഇന്നാവും. അത് ഗംഭീരമായിട്ടും അതിന്റെ ഓരോ പീക്കിലും ഇമോഷണൽ പീക്കിലും ഒക്കെ നമുക്കത് ഫീൽ ചെയ്യിപ്പിക്കുന്നത് ഈ മ്യൂസിക്കിന്റെ ഒരു പവർ തന്നെയാണ്. അത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ ഇയാൾ തകർത്തുകൊണ്ടേയിരിക്കുകയാണ് ജേക്സ് ബിജോയ്. ഓരോ സിനിമ കഴിയുമ്പോഴും ജേക്സ് ബിജോയ് ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് ഈ പടത്തിന്റെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗംഭീരമായിട്ട് തന്നെ ഈ നോൺ ലീനിയറിൽ കഥ പറയുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ എഡിറ്റിംഗ് വർക്ക് ചെയ്തു. അത് നല്ല ഇമ്പാക്റ്റ് ആയിട്ട് ഓരോ സീൻസിന്റെ ഇന്റൻസിറ്റി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഈ എഡിറ്റിംഗ് വർക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി അഭിനേതാക്കളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒന്നാമത്തെ ആള് ടോവിനോ തോമസ് തന്നെയാണ്. ആസ് എ ലീഡ് ആക്ടർ ഗംഭീരമായിട്ട് തന്നെ അയാൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു കൃത്യമായ ഒരു ക്യാരക്ടർ ആർക്കുള്ള ഒരു കഥാപാത്രമാണ്. അയാൾ തുടക്കം തൊട്ട് അവസാനം വരെ ഗംഭീരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ വലിയ രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ ഉള്ള ഒരു ക്യാരക്ടറിനെ അയാൾ ആദ്യം ബിഗിനിങ്ങിൽ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു സ്റ്റേജും അതിനുശേഷം അയാൾക്ക് ഉണ്ടാവുന്ന മാറ്റവും പിന്നീട് അയാളിൽ വരുന്ന മാറ്റവും അയാളുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ഇടപെടലിലൊക്കെ വരുന്ന മാറ്റത്തെ ചില സങ്കീർണതകളൊക്കെ വരുന്ന സമയത്ത് പോലും വളരെ നല്ല രീതിയിൽ കയ്യടക്കത്തോടു കൂടി അവതരിപ്പിക്കാൻ വേണ്ടി ടോവിനോയ്ക്ക് ആയിട്ടുണ്ട്. ടോവിനോയുടെ ഒരു ആക്ടിങ് കരിയറിൽ തന്നെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിട്ട് തന്നെ പിന്നെ കോൺസ്റ്റബിൾ വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നുണ്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ മറ്റൊരാള് ടോവിനോയ്ക്ക് മുകളിൽ ടോവിനോയ്ക്ക് ഒപ്പം തന്നെ പെർഫോം ചെയ്യുന്ന ഒരാള് ചേരനാണ് ഈ സിനിമയിൽ. നമുക്കറിയാം തമിഴ് ഡയറക്ടറും ആക്ടറും ഒക്കെ ആയിട്ടുള്ള ചേരൻ ഗംഭീരമായിട്ട് തന്നെ ഈ പടത്തിന്റെ അകത്ത് വരുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടറുടെ ചേഞ്ചസസ്, അതിന്റെ പിന്നിലെ മിസ്റ്ററീസ്, പരിപാടി, എല്ലാ സംഗതികളും ഗംഭീരമായിട്ട് തന്നെ അയാൾ സ്ക്രീനിൽ എത്തിക്കുന്നുണ്ട്. ഈ പടത്തിൽ ടോവിനോന്റെ പെയറായിട്ട് വരുന്നത് പ്രിയംവദ കൃഷ്ണനാണ്. ഓൾമോസ്റ്റ് എല്ലാ സീൻസിലും നല്ല രീതിയിൽ തന്നെ ആള് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ചില സീനുകളിൽ പെർഫോമൻസ് താഴെ പോകുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ആസ് ടോട്ടൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു എന്നാണ് തോന്നുന്നത്. പിന്നെ സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രം, ആ ഒരു ഇമോഷണൽ കണക്ട്, ആ പക്വത, ആ ക്യാരക്ടർ ആവശ്യപ്പെടുന്ന സംഗതികളൊക്കെ ആള് ഡെലിവർ ചെയ്യുന്നുണ്ട് സ്ക്രീനിന്റെ അകത്തേക്ക്. അയാളോട് ഒരു ഇമോഷണൽ കണക്ട് പ്രേക്ഷകന് തോന്നും. അതുപോലെ പടത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ആര്യ സലീമാണ്. ആര്യ സലീം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്.
ആ ഒരു ബോൾഡ്നെസ്സും ആ ക്യാരക്ടർ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയും ആദിവാസികളുടെ ഒരു നേതാവായിട്ടാണ് വരുന്നത്. ആ രീതിയിൽ ഗംഭീരമായിട്ട് തന്നെ ആള് പെർഫോം ചെയ്തിട്ടുണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ ആ നിശ്ചയദാർഢ്യവും ആ പോരാട്ട വീര്യം ഒക്കെ നല്ല രീതിയിൽ സ്ക്രീനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ ടൊവിനോന്റെ അമ്മയായിട്ട് ഇതിൽ പെർഫോം ചെയ്തിട്ടുള്ള റിനി ഉദയകുമാർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു അമ്മ, ഒരു സിംഗിൾ പാരന്റിൻ്റെതായിട്ടുള്ള എല്ലാ പെയിനും പ്രഷറും ഒക്കെ അവർ ഫേസ് ചെയ്യുന്ന സംഗതികളൊക്കെ നല്ല രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവരോടൊരു ഇമോഷണൽ കണക്ട് പ്രേക്ഷകന് തോന്നുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സ്ക്രീനിൽ വെറുതെ വന്നു പോകുന്നവർ വരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കയ്യടി അർഹിക്കുന്നത് ഈ പടത്തിന്റെ ഡയറക്ടറാണ്. വളരെ നല്ല രീതിയിൽ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ഒരു സിനിമ കമേഴ്ഷ്യൽ എലമെന്റോട് കൂടി പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പാകപ്പിഴകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഗംഭീരമായിട്ട് സ്ക്രീനിൽ എത്തിക്കാൻ വേണ്ടി ആൾക്ക് പറ്റിയിട്ടുണ്ട്. ഓൾറെഡി ഒരു പടം പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇഷ്ക് എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനാണ്. രണ്ടാമത്തെ സിനിമയാണിത്. പക്ഷെ രണ്ടാമത്തെ സിനിമയിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി മികച്ച രീതിയിൽ ഗംഭീരമായിട്ട് ആസ് എ ഡയറക്ടർ വന്നിട്ടുണ്ട്. വലിയ കയ്യടി സംവിധായകൻ അർഹിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക്. തുടക്കം തൊട്ട് അവസാനം വരെ ഒരു എന്റർടൈൻമെന്റും ത്രില്ലർ സ്വഭാവവും വളരെ നല്ല രീതിയിൽ പ്രേക്ഷകന് ഇമോഷണൽ കണക്റ്റും കൊടുത്തുകൊണ്ട് പ്രേക്ഷകനെ ഇന്നാക്കിക്കൊണ്ട് ത്രൂ ഔട്ട് ആ ഒരു ഇമോഷണൽ സംഗതികളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു ഗംഭീരമായ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്നുണ്ട് നരിവേട്ട എന്ന് പറയുന്ന സിനിമ. ഇത് വയലൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും രക്തച്ചൊരിച്ചിലുള്ള സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പരിഗണന നമ്മുടെ മനസ്സിൽ ഉണ്ടാവും കൂടി വേണം ഈ സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, കാണാൻ പോകുന്ന സമയത്ത്. ആ ഷോട്ടിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പരിഗണിക്കാവുന്ന, തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് നരിവേട്ട എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് എത്താം. Thank you so much. This is Akhil Govind signing off.